ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ സ്പെഷ്യൽ കോഴിക്കോട്ടെയാണ്. നമ്മൾ ഒട്ടുമിക്ക ക്രിസ്ത്യൻസിൻ്റെ വീടുകളിലും ഓശാന ഞായറിൻ്റെ തലേദിവസമുള്ള ശനിയാഴ്ച ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കോഴിക്കോട്ട. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമുക്കിതുണ്ടാക്കാൻ ആവശ്യമായ ശർക്കര പാനിയാക്കി ഒരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചു വയ്ക്കാം. ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നേരം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചിരവിയത് അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. സാധാരണ ശർക്കര നമ്മൾ ചീകിയെടുത്ത് ഇങ്ങനെ ശർക്കരയിൽ കല്ലും മണ്ണും അങ്ങനെയൊന്നും ഇല്ലയെന്ന് ഉറപ്പുള്ളതാണെങ്കിൽ നേരെ ചീകിയെടുത്തുണ്ടാക്കിയാലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്ക് ആവശ്യമായ ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് കോഴിക്കോട്ട ഉണ്ടാക്കാൻ ആവശ്യമായ പൊടി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 സ്പൂൺ വെളിച്ചെണ്ണ, 1/2 സ്പൂൺ നെയ്യ് ഇത് ചേർത്ത് തിളച്ച വെള്ളവും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നോർമലി നമ്മൾ ഉപ്പും തിളച്ച വെള്ളവും മാത്രം ഒഴിച്ച് ഈ അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും നെയ്യും കൂടി ആഡ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ ബ്രാഹ്മിൺസിൻ്റെ അപ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ഹാഫ് പാക്കറ്റ് 1/2 കിലോയോളം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് ജസ്റ്റ് അതിലേക്ക് പൊടി ചേർത്തിട്ട് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം ചെറുതായിട്ട് നമുക്ക് കൈവച്ച് കുഴയ്ക്കാവുന്ന ആ പരുവമാകുമ്പോൾ ബാക്കി കൈവച്ച് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മാവ് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചതിന് ശേഷം ഒരു ചെറിയ ഉരുളകളാക്കി എടുത്ത് നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെക്കാനായിട്ട് ജസ്റ്റ് ഒരു ഫിംഗർ ഹോൾ ഉണ്ടാക്കിയെടുക്കുക. അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയും ശർക്കരയുടെയും മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോഴിക്കോട്ട സ്റ്റീമറിൽ അടുപ്പിൽ വെക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് വെച്ച് കഴിയുമ്പോൾ ഇത് വെന്ത് കിട്ടുന്നതാണ്. നമുക്കിന്ന് കഴിച്ച് നോക്കിയാലോ. സൂപ്പറാ, ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ടോ, സ്വീറ്റ് ആൻഡ് സോഫ്റ്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.